മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. യുഎസിന്റെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. ക്യാപിറ്റോൾ മന്ദിരത്തിൽ ലോക നേതാക്കളുടെയും വമ്പൻ വ്യവസായികളുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. എന്നാൽ ട്രംപ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ 2 ബൈബിളുകളാണ് ഉപയോഗിച്ചത്. 2 ബൈബിളിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ചതും മറ്റൊന്ന് തന്റെ അമ്മ നൽകിയ ബൈബിളിന് തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. 9ാം വയസ്സിൽ സൺഡേ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയപ്പോൾ 1955 അദ്ദേഹത്തിന്റെ അമ്മ മേരി ആനി മാക്ലിയോഡ് ട്രംപ് സമ്മാനിച്ചതാണ് ആ ബൈബിൾ. ബൈബിളിന്റെ കവറിൽ ട്രംപിന്റെ പേരെഴുതുകയും അകത്ത് പള്ളി വികാരി ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് ഉപയോഗിച്ച ലിങ്കൺ ബൈബിൾ എന്നറിയപ്പെടുന്ന 2ാമത്തെ ബൈബിളിന് അമേരിക്കൻ ചരിത്രത്തിൽ ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. 1861 എബ്രഹാം ലിങ്കൺ US പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം ബരാക് ഒബാമയും ഇത് ഉപയോഗിച്ചു. കൂടാതെ 2017 ട്രംപ് അധികാരമേറ്റപ്പോഴും തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഈ ബൈബിൾ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, അമേരിക്കയുടെ ഐക്യത്തിന്റെയും നേതൃത്വത്തിന്റെയും ആദർശങ്ങളെ സൂചിപ്പിക്കാൻ ലിങ്കൺ ബൈബിൾ ഉപയോഗിക്കുന്നു. ഈ 2 ബൈബിളുകളും ഉപയോഗിക്കാനുള്ള തീരുമാനം യുഎസിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് ഏതെങ്കിലും മതഗ്രന്ഥം ഉപയോഗിക്കണമെന്ന് US ഭരണഘടന നിർബന്ധിക്കുന്നില്ലെങ്കിലും ഈ നിമിഷത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രസിഡന്റുമാർ ചരിത്രപരമായി ബൈബിളിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്.